നമ്മുടെ രാജ്യത്ത് ഒരു കൃത്യമായിട്ട് പ്രതിപക്ഷം ഉണ്ടെങ്കിൽ അത് ഒരൊറ്റ മനുഷ്യൻ മാത്രമാണെന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ പേര് ധ്രുവരത്തി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഈ ഒരു ചെറുപ്പക്കാരൻ ഒരു യൂട്യൂബറാണ്. തന്റെ യൂട്യൂബിലൂടെ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ BJP ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധമായ, ദേശവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും പച്ചയ്ക്ക് പറയുന്ന ഏക മനുഷ്യൻ എന്ന് ഒരു പക്ഷേ നമുക്ക് ഈ ഒരു ചങ്ങാതിയെ പറയേണ്ടി വരും. എല്ലാ മാധ്യമങ്ങളും അവരുടെ വായെല്ലാം അടച്ചു കെട്ടി അവർ തരുന്ന എല്ലാ തരത്തിൽ അപ്പകഷ്ണങ്ങളും തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ചങ്ങാതി മാത്രം തന്റെ യൂട്യൂബിൽ ഇങ്ങനെ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു തരത്തിൽ പോലും താൻ പ്രതിപക്ഷത്തു നിന്ന് പൈസ വാങ്ങിച്ചിട്ടല്ല എന്നുകൂടി ഈ ഒരു മനുഷ്യൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇലക്ഷൻ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ വീഡിയോസിന് വലിയ പ്രാധാന്യമുണ്ട്. എല്ലാവരും കേൾക്കേണ്ട ഒരു വീഡിയോ തന്നെ. പക്ഷെ ഒരു വലിയ പ്രശ്നം, ഇദ്ദേഹം വീഡിയോ ചെയ്യുന്നത് ഹിന്ദിയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരു വലിയ കാഴ്ചക്കാര് ഈ ഒരു മനുഷ്യനുണ്ട്. സ്വാഭാവികമായിട്ടും അത് അങ്ങനെ ഉണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ ഏകദേശം ഒരു കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും വരുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഹിന്ദി വീഡിയോസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും മറ്റും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗതി ഞാൻ ഇങ്ങനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ വീഡിയോയിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ 2 വീഡിയോ ആണ് ഏറ്റവും പ്രധാനം. ഒന്ന് റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യ ഒരു ജനാധിപത്യം എന്നുള്ള രാജ്യത്ത് നിന്ന് ഒരു ഏകാധിപത്യ രാജ്യമായി മാറുകയാണോ എന്നുള്ള സംശയം ഇദ്ദേഹം പങ്കുവച്ചിരുന്നു. ആ വീഡിയോയുടെ ട്രാൻസ്ലേഷൻ ആണ്. കഴിയുമെങ്കിൽ മുഴുവനായിട്ട് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഇദ്ദേഹം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഡെമോക്രസി ഇന്ത്യയിൽ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ സീരിയസ് ചോദ്യമാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരം ഉണ്ടായിരിക്കും, ഇല്ല, ഇന്ത്യയിൽ അങ്ങനെ ജനാധിപത്യം നശിച്ചിട്ടില്ല എന്നായിരിക്കും നിങ്ങളുടെ ഉത്തരം. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, ഇഷ്ടമുള്ള പാർട്ടിക്ക് നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, വോട്ട് കൂടുതൽ ലഭിക്കുന്ന ആൾക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്നുണ്ടല്ലോ. ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ പറയും, തീർച്ചയായിട്ടും ഇന്ത്യയിൽ അങ്ങനെ ഡെമോക്രസി നശിച്ചു കൊണ്ടിരിക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ ഒരു ചോദ്യം, ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടി നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കണം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയിരിക്കും. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒരുപക്ഷെ എന്റെ വീഡിയോ നിങ്ങൾ ചിന്തിക്കാനെങ്കിലും പ്രേരിപ്പിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനി നമുക്ക് ആ ഒരു ചോദ്യത്തിന്റെ ശരിയായ ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാം. ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ മോഡി ദൈവമാണെന്ന് കരുതുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും അദ്ദേഹം ദൈവമാണ്, അദ്ദേഹം ദൈവത്തിന്റെ പുനർജനമാണ്, അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇത്തരത്തിലുള്ള ആളുകള് ഒരുപക്ഷെ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളിലും ഈവൻ സിനിമാ നടന്മാരിലടക്കമുള്ള ആളുകള് മോഡി എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ലെന്നും അദ്ദേഹം ഒരു ദൈവപുത്രനാണെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ മോഡിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ എല്ലാവരും രക്ഷിക്കും, മനുഷ്യകുലത്തെ രക്ഷിക്കുന്നൊക്കെ ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരു ശല്യമാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ണു തുറക്കാനുള്ള കാരണമാവും. കാരണം ഇതിൽ സത്യസന്ധത ഉണ്ട് എന്നതിനാൽ തന്നെ. ഇങ്ങനെ ഏതെങ്കിലും ഒരൊറ്റ വിഷയം മാത്രമല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളിലേക്ക് ഞാനൊന്ന് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ രാജ്യം ഒരു പാർട്ടി മാത്രമായി ചുരുങ്ങുന്നതാണ് ഏറ്റവും വലിയ ഒരു ദുരവസ്ഥ. നമ്മുടെ മീഡിയകളൊക്കെ വായ അടക്കപ്പെട്ടിരിക്കുന്നു. MLA-മാരെ കുതിരക്കച്ചവടം നടക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ BJP ഗവൺമെന്റ് തകിടം മറയ്ക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നത്. അതിന് പുതിയ നിയമങ്ങളടക്കം ഇവർ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസികളുണ്ട്. ED പോലുള്ള, CBI പോലുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസികൾ. ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസികൾ ഇവർ ഉപയോഗിക്കുന്നത് അവർക്കെതിരെ ആരൊക്കെ ശബ്ദിക്കുന്നതോ ആ ശബ്ദങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈവൻ ഗവർണർമാർ വഴി സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഇടപെടുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് സ്മൂത്ത് ആയിട്ടുള്ള അവരുടെ ഭരണത്തില് ഗവർണർമാർ ഇടപെടുന്നു, അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റിന് നൽകാനുള്ള ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നു. സമരം ചെയ്യുന്നവരുടെ അധികാരങ്ങൾ എടുത്തു കളയുന്നു. ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ, സമരം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് കിട്ടുക റബ്ബർ ബുള്ളറ്റ് കൊണ്ടുള്ള, ടിയർ ഗ്യാസ് കൊണ്ടുള്ള സ്വാഗതമായിരിക്കും. ഇത് മോഡി സർക്കാർ കൃത്യമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ വാങ്ങിച്ചിട്ടാണ് ഈ കള്ളത്തരങ്ങളെല്ലാം കാണിക്കുന്നത്. ഇവൻ ഓരോ ഇലക്ഷനും അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രൽ ബോണ്ട് വഴി അത്രയേറെ പണം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. സ്വയം വിജയിക്കാൻ ഇവർക്ക് ഒരു മാന്യതയും വേണ്ട എന്നർത്ഥം. ഡെമോക്രസിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമുക്ക് ആദ്യം എന്താണ് ഡെമോക്രസി എന്ന് കൃത്യമായിട്ട് അറിയേണ്ടിയിരിക്കുന്നു.
ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്താണ് ഡെമോക്രസി? പലർക്കും ഇതിനെക്കുറിച്ച് തെറ്റായിട്ടുള്ള പല ധാരണകളുണ്ട്. കൃത്യമായിട്ട് ഇലക്ഷൻ നടക്കുന്നുണ്ടല്ലോ, അതൊരു ജനാധിപത്യപരമായിട്ടുള്ള കാര്യമല്ലേ, ഡെമോക്രസി അല്ലേ? വോട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. വോട്ട് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട്, കൃത്യമായിട്ട് ഇലക്ഷൻ നടക്കാൻ കഴിഞ്ഞുകൊണ്ട് ഒരു രാജ്യം ജനാധിപത്യ രാജ്യമാവുമോ? ഞാൻ പറയട്ടെ, ഇലക്ഷൻ നമ്മുടെ നോർത്ത് കൊറിയയിൽ നടക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ നിശ്ചയിക്കുന്ന ആൾക്ക് മാത്രമായിരിക്കും നിങ്ങൾ വോട്ട് ചെയ്യാൻ സാധിക്കുക. അതല്ലാതെ നിങ്ങൾ വേറെ ആർക്കെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സർക്കാരിന്റെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യദ്രോഹിയായി നിങ്ങൾ കുറ്റം ചുമത്തപ്പെടും. നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും, നിങ്ങളെ വീട് നശിപ്പിക്കപ്പെടും, നിങ്ങളുടെ ബന്ധുക്കൾ ചിലപ്പോൾ കൊല ചെയ്യപ്പെട്ടു വരും. ഇത് നടക്കുന്നത് നോർത്ത് കൊറിയയിലാണ്. ഡെമോക്രസിയുടെ പേരിൽ ഇതെല്ലാം നടക്കും. ഇതൊക്കെ ഉള്ള ഈ നോർത്ത് കൊറിയയുടെ മുഴുവൻ പേര് തന്നെ ഭയങ്കര രസമാണ്. ദ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നാണ് നോർത്ത് കൊറിയയുടെ മുഴുവൻ പേര്. ഇതേപോലെ തന്നെ റഷ്യയുമുണ്ട്. ഏകാധിപത്യ രീതിയിലാണ് റഷ്യയിലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. റഷ്യയില് പുടിനെതിരെ ആരെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ രസകരമായ കാര്യം, അയാൾ എങ്ങനെയെങ്കിലും അയാൾ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് മാറും, അല്ലെങ്കിൽ അകാരണമായിട്ട് ആ ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെടും. ഇത് റഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായിട്ട് പുടിൻ വിജയിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇലക്ഷൻ നടക്കുന്നുകൊണ്ട്, കൃത്യമായിട്ട് നമുക്ക് വോട്ട് ചെയ്യാൻ അധികാരം കിട്ടുന്നുകൊണ്ട് ഒരു രാജ്യം ഒരിക്കലും ജനാധിപത്യ രാജ്യമാവുന്നേയില്ല. എന്താണ് ഇലക്ഷൻ? ഇലക്ഷൻ രണ്ട് തരത്തിലാണ് നമ്മൾ പറയുക. അത് ഫ്രീ ആയിരിക്കണം, ഫെയർ ആയിരിക്കണം. സ്വതന്ത്രമാവണം, ഫെയർ ആയിരിക്കണം എന്നുള്ളതാണ്. സ്വതന്ത്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കണം. ഒരു പ്രശ്നം, ആ വോട്ട് ചെയ്തതിനു ശേഷം അവര് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. എന്തുകൊണ്ട് ഫെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ പാർട്ടികൾക്കും വിജയിക്കാനുള്ള സാധ്യത കൂടി ഉണ്ടാവണം. ഇതാണ് ഇന്ത്യയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം കുറെ അവകാശങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യം മാറരുതെന്നർത്ഥം. ഈ അടുത്ത് നമ്മുടെ ചണ്ഡീഗ്രാമില് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ സമയത്ത്, ഒരു മേയർ ഇലക്ഷൻ സമയത്ത്, അവിടെ കോൺഗ്രസും ആപ്പും തമ്മിലായിരുന്നു ഒരു അലയൻസ് ഉണ്ടായിരുന്നത്. ഏകദേശം 35-ൽ 20 വോട്ട് കിട്ടിക്കഴിഞ്ഞ് ജയിക്കും. 35-ൽ 20 വോട്ട് ആപ്പിനും നമ്മുടെ കോൺഗ്രസ് പാർട്ടിയും കൂടി കിട്ടുക കൂടി ചെയ്തു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ആപ്പും നമ്മുടെ കോൺഗ്രസും ജയിച്ചു എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർക്കും അടക്കം വ്യക്തമാണ്. പിന്നീട് കണ്ടതെല്ലാം രാജ്യം കണ്ടതാണ്. CCTV വഴി വ്യക്തമായ കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം ഇരുന്ന് തന്റെ ഓഫീസ് മുറിയിൽ ഇരുന്ന് അദ്ദേഹം 8ഓളം കോൺഗ്രസ് ആപ്പ് വോട്ടുകൾ അസാധുവാക്കി. അത് CCTV ഫൂട്ടേജ് പുറത്തു വന്നതാണ്. ഇതിന് പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് BJP അവിടെ വിജയിച്ചു എന്നുള്ളതാണ്. ജയിച്ചു കഴിഞ്ഞാലും പരാജയപ്പെടുന്ന രീതിയിലേക്ക്, ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിജയിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ചീഫ് ജസ്റ്റിസ് പറയുന്നുണ്ട് ഇത് ഡെമോക്രസിയുടെ മരണമാണ്. 2021 ഇതേപോലെ തന്നെ BJP കാൻഡിഡേറ്റിന്റെ കാറിൽ നിന്നാണ് EVM മെഷീനുകളെല്ലാം കണ്ടെത്തിയത്. ഇത് അസമിലാണ് കണ്ടെത്തിയത്. ഇലക്ഷൻ കഴിഞ്ഞ് റീപോൾ നടത്താൻ വേണ്ടിയിട്ട് പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ അത് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വളരെ വളരെ റീസെന്റ് ആയിട്ടുള്ള കാര്യം കൂടി സംസാരിക്കാം. 2024 ഫെബ്രുവരിയിൽ 3 ആളുകൾ EVM മെഷീൻ കൺട്രോൾ ചെയ്യുന്ന മെഷീൻ മോഷ്ടിച്ചു. തമാശ പറയുകയല്ല, ഇലക്ഷൻ കമ്മീഷനാണ് ഇതെല്ലാം പുറത്തുവിട്ടത്. ഇലക്ഷൻ വളരെ ഫ്രീ ആയിട്ടും വളരെ ഫെയർ ആയിട്ടും നടത്തേണ്ടത് കമ്മീഷനാണ്. പക്ഷേ കമ്മീഷൻ പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇത് ആദ്യം പറഞ്ഞത് കോൺഗ്രസ്സുകാരല്ല കേട്ടോ. ഇത് ഇലക്ഷൻ കമ്മീഷൻ പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടെന്ന് ആദ്യം പറഞ്ഞത് നമ്മുടെ നരേന്ദ്രമോദിയാണ്. ഇലക്ഷൻ കമ്മീഷൻ പാർഷ്യലാണ്, ബയാസറാണെന്ന്. പക്ഷേ ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് മോഡി ഗവൺമെന്റിന്റെ ഭാഗമായി, BJPയുടെ ഭാഗമായി എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി മോഡി ഭരണമാണ്. പ്രശാന്ത് ഭൂഷൺ എന്ന് പറയുന്ന ഒരാളുണ്ട്, BJPയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് ഇപ്പോൾ പ്രശാന്ത് ഭൂഷൺ പറയുന്നത്. ഇലക്ഷൻ കമ്മീഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യൻ ആർമിയെ ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കരുത്. അതല്ലെങ്കിൽ ഇലക്ഷന് വേണ്ടി ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന വാക്ക് പോലും ഉപയോഗിക്കരുത് എന്നുള്ള. പക്ഷേ 2ാം മെയിൽ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞ ആ ഒരു ഇന്ത്യൻ ആർമി ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു, ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രധാനമന്ത്രി വോട്ട് ചോദിച്ചത്. UP മുഖ്യമന്ത്രി അടക്കം ഇന്ത്യൻ ആർമിയെ മോഡിയുടെ സേന എന്നടക്കം വിളിച്ചു. ഇതിനെ തുടർന്ന് കേസുകളൊക്കെ ഉണ്ടായിട്ടു. പക്ഷേ ഈ കേസുകളൊന്നും എവിടെ എത്തിയില്ല എന്ന് മാത്രമല്ല, അതിനെ തുടർന്ന് ഒരു കുറ്റാരോപണങ്ങളും അതിനെ തുടർന്ന് ഉണ്ടായില്ല. ഇവർക്കെല്ലാം ചിറ്റ് നൽകിയിട്ട് പറഞ്ഞു വെച്ചേർത്തം നിയമം ഇത് വയലേറ്റ് ചെയ്തിരിക്കുന്നു, എന്നിട്ടും ക്ലീൻ ചിറ്റ് തന്നെയാണ് അവർക്കെല്ലാം കിട്ടിയത്. മോഡിക്ക് മാത്രമല്ല, അമിത്ഷാ രാഹുൽ ഗാന്ധിയെ പറഞ്ഞത്, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സ്ഥലം പാകിസ്ഥാനുമായിട്ടാണ് കമ്പയർ ചെയ്തത്.
ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകി. ഇങ്ങനെ ഏകദേശം 7ഓളം കേസുകളിൽ അന്നുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നിലും നടപടി ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരാൾ മാത്രം നടപടിക്ക് ഒരുങ്ങി എന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ പേര് അശോക് ലവാസ എന്നായിരുന്നു. നിങ്ങൾക്കറിയാമോ? പിന്നെന്താണ് ഈ ഒരു 7 കേസുകളിൽ തീരുമാനമെടുക്കാൻ വേണ്ടി പോയ അശോക് ലവാസയ്ക്ക് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മകള്, അദ്ദേഹത്തിന്റെ മരുമക്കൾക്ക് എല്ലാവർക്കും ഗവൺമെന്റ് നോട്ടീസ് വന്നു, ED നോട്ടീസ് വന്നു. പതുക്കെ പതുക്കെ ലവാസ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നീക്കം ചെയ്തു. ഇതാണ് ചോദ്യം. ഇത് ഡെമോക്രസിയാണോ അതോ ഏകാധിപത്യമാണോ? ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിന്റെ ഓർഡർ ഇങ്ങനെയാണ്: ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുക ഒരു 3 മെമ്പർ കമ്മിറ്റിയാണ്. അതിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കും, ഒരു ഒപ്പോസിഷൻ ലീഡർ ഉണ്ടായിരിക്കും, ഒപ്പം ഒരു ചീഫ് ജസ്റ്റിസ് കൂടി ഉണ്ടായിരിക്കും. ഇലക്ഷൻ വളരെ ഫെയർ ആയിട്ട് ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈം മിനിസ്റ്ററെയും ഒപ്പോസിഷൻ ലീഡറെയും ഒരു ചീഫ് ജസ്റ്റിസിനെയും വെക്കുന്നത്. പക്ഷേ മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം നിയമം കൊണ്ടുവന്നു. ആ നിയമപ്രകാരം സുപ്രീം കോടതി ജസ്റ്റിസിനെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നിലവിലുള്ള ഒരു മിനിസ്റ്ററിനെ കൂടി ചേർത്തു. എന്ന് വെച്ച് കഴിഞ്ഞാല് 3ൽ 2 പേരും ഗവൺമെന്റിന്റെ ആളുകളാണ്, ഒരാൾ മാത്രം പുറമേ എന്നുള്ളതാണ്. ഭൂരിപക്ഷം ഗവൺമെന്റ്. അപ്പൊ അവർ തീരുമാനിക്കുന്ന രീതിയിൽ ഇലക്ഷൻ നടക്കുന്നർത്ഥം. ഇപ്പോഴും MLA ഇലക്ഷനും MP ഇലക്ഷനും നമുക്ക് എത്ര പണം ചെലവഴിക്കാം എന്നൊക്കെ ഇലക്ഷൻ കമ്മീഷനിൽ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. MP മാർക്ക് ഇലക്ഷന്റെ ഭാഗമായിട്ട് ചെലവഴിക്കാൻ കഴിയുക 95 ലക്ഷമാണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ BJPക്ക് ഏകദേശം 437 സീറ്റ് ഉണ്ട്. മൊത്തമായ കണക്കുകയാണെങ്കിൽ 415 കോടി രൂപയോളം ഈ 95 ലക്ഷം വെച്ച് കണക്കാക്കുകയാണെങ്കിൽ ഇവർക്ക് ചെലവഴിക്കാം. പക്ഷേ BJP കഴിഞ്ഞ തവണ ചെലവഴിച്ച തുക കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു പോകും. 12.64 ബില്യൺ, മില്യൺ അല്ലട്ടോ സുഹൃത്തുക്കളെ, 12.64 ബില്യൺ രൂപയായിരുന്നു BJP ഗവൺമെന്റ് ചെലവഴിച്ചത്. ഇതെങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കുന്നത്? അതായത് ഇലക്ഷൻ കമ്മീഷന്റെ മൊത്തം ചെലവിന്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഇവരുടെ കയ്യിൽ ഉണ്ടെന്നർത്ഥം. ഇന്ന് ഏകദേശം 16,000 കോടി ഇലക്ട്രൽ ബോണ്ട് വഴി നമ്മുടെ ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇതിലെ 100 ബില്യൺ കോടി രൂപ BJPക്ക് കിട്ടിയിട്ടുണ്ട്. 15 ബില്യൺ കോൺഗ്രസിന്, 8 ക്രോർ തുക TMCക്കും ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ തുകയ്ക്ക് എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടത്. പക്ഷെ ആരന്വേഷിക്കും? ഇങ്ങനെ 100 കണക്കിന് കേസുകൾ ഇപ്പൊ തന്നെ BJPക്ക് എതിരായിട്ടുണ്ട് എന്നർത്ഥം. കർണാടകയില് MLA മാരെ പണം കൊടുത്തിട്ട് റിസോർട്ടിൽ കൊണ്ടുപോയി താമസിക്കുന്നു. അവിടെ കുതിരക്കച്ചവടമാണ്. ജയിച്ചു കഴിഞ്ഞ കോൺഗ്രസ് MLA മാരെ കൊണ്ടുപോയിട്ട് റിസോർട്ടിൽ താമസിപ്പിക്കുന്നു, അവർക്ക് പണം കൊടുക്കുന്നു. ആ പണം കൊടുത്തിട്ട് അവരെ BJPയിലേക്ക് മാറ്റുന്നു. ഇനിയിപ്പോ ഒരു പണം കൊടുത്തിട്ട് MLA അതിൽ വീണില്ല, ഒരു കോൺഗ്രസ് MLA അതിൽ വീണില്ല. പിന്നെ സംഭവിക്കുന്നത് രാജ്യത്തുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസികൾ അവരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. ED ഉപയോഗിക്കും. ED ഒരു വെപ്പണായിട്ട് മാറും, ഒരു ആയുധമായിട്ട് മാറും. ഒപ്പോസിഷൻ പാർട്ടികൾ എല്ലാവർക്കെതിരെയും കേസ് നൽകും. ഏകദേശം 3000ഓളം റൈഡുകൾ ഇപ്പൊ തന്നെ ഒപ്പോസിഷൻ നേതാക്കൾക്കെതിരെ മാത്രം നടത്തപ്പെട്ടു കഴിഞ്ഞു. 95% കേസുകളും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ 5900 കേസുകളാണ്. വെറും 25% കേസുകൾ മാത്രമാണ് ഇതിൽ ട്രയൽ നടന്നിട്ടുള്ളൂ. ഇതിലാകെ 24 കേസുകൾ മാത്രമാണ് വിധി വന്നിട്ടുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവ് ഇങ്ങനെ കുടുങ്ങുമ്പോൾ അയാൾ നേരെ പോയിട്ട് BJPയിൽ ചേരും. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇങ്ങനെ അന്വേഷണം നേരിടുന്ന ആരും BJPയിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ മോഡി തന്നെ വോട്ട് ചേരുന്നെന്ന് പറഞ്ഞ ഒരുപാട് കോൺഗ്രസ് നേതാക്കളുണ്ട്. ആ കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം ED വന്നു. EDയെ പേടിച്ച് ഇവരെല്ലാം ഇപ്പോൾ BJPയിൽ ചേർന്ന് കഴിഞ്ഞു. ഒരിക്കൽ BJP നേതാവായിട്ടുള്ള നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി പറയുന്നുണ്ട്, തനിക്ക് അധികാരം ലഭിച്ചാൽ തന്റെ നാവ് കൊണ്ടുപോലും ആ ഒരു അധികാരത്തെ താൻ തൊടില്ല എന്ന. നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. മോഡിയെ വാഷിംഗ് മെഷീൻ എന്നൊക്കെ വിളിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ BJP ചേർന്ന് കഴിഞ്ഞപ്പോൾ ഗഡ്കരി പറയുന്നത് അദ്ദേഹം ഒരു ഇക്കോ ഫ്രണ്ട്ലി വാഷിംഗ് മെഷീൻ ആയി എന്നാണ്. BJPയിൽ ചേരാത്ത നേതാക്കളോടുള്ള അക്രമ സമീപനം ഇപ്പോഴും മാറ്റിയിട്ടില്ല. അവർ BJPയിൽ ചേരുന്നവരെ അവരെ തുടരെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും. തങ്ങൾക്ക് അധികാരമില്ലാത്ത സ്റ്റേറ്റുകളിൽ പോലും ഇവർ ഇടപെടും. ഗവർണർമാരെ ഉപയോഗിച്ചിട്ടാണ് ഇടപെടുന്നത്. ഗവർണർമാര് ആ ഒരു ഗവൺമെന്റിന്റെ സമാധാനപരമായിട്ടുള്ള പ്രവർത്തനത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ നോക്കൂ, അവിടുത്തെ സർക്കാർ ഇതാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവർണർ ആ സർക്കാരെ അനാവശ്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തമിഴ്നാട്ടിലെ സർക്കാരിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഗവർണർ തമിഴ്നാട് സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള ഭരണത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കെജ്രിവാൾ സർക്കാരിലും ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും നമുക്കറിയാം
ബില്ലുകൾ പാസ്സാക്കാതെ 2 വർഷത്തോളം നമ്മുടെ ഗവർണർ അത് പൂർത്തിവെച്ചു എന്ന കാര്യം. അവസാനം കേരള ഗവൺമെന്റിന് സുപ്രീം കോടതിയിൽ പരാതി നൽകേണ്ടി വന്നു. സുപ്രീം കോടതിന് വിധി വരേണ്ടി വന്നു. ഗവർണർക്ക് ഇങ്ങനെ ബില്ലുകൾ താമസിപ്പിക്കാൻ അധികാരമില്ല എന്നുള്ള വിധി വരേണ്ടി വന്നു നമുക്ക് ആ ബില്ലുകളൊക്കെ പാസ്സായി കിട്ടാൻ. കെജ്രിവാള് നിരന്തരം പറയുന്നുണ്ട് തന്നെ പ്രവർത്തിക്കാൻ, തന്നെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന്. അവസാനം അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയിട്ട് അനുകൂല വിധി വാങ്ങിച്ചു. അപ്പോഴെന്താണ് മോഡി ഗവൺമെന്റ് ചെയ്തത് എന്നറിയാവോ? ആകെ ചെയ്ത കാര്യം ഡൽഹി ഗവൺമെന്റിന്റെ പവർ എടുത്തു കളഞ്ഞു. GNCTD എന്ന് പറയും, ഗവൺമെന്റ് ഓഫ് നാഷണൽ ടെറിട്ടറി ഓഫ് ഡൽഹി ആക്ട് 2021 വന്ന ആ ഒരു ആക്ട് അങ്ങ് ഉപയോഗിച്ചു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു ഗവൺമെന്റിലെ പല അധികാരങ്ങളും എടുത്തു കളഞ്ഞു. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കും, നിങ്ങളൊരു മോഡി ഫാൻ ആണെങ്കിലും മനസ്സ് ഒന്ന് മാറ്റിവെച്ച് മോഡി ഒരു അല്പം നിമിഷമെങ്കിലും ഒന്ന് മറന്നിട്ട് നിങ്ങളൊന്ന് ആലോചിക്കും. നിങ്ങൾ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഇപ്പോഴെന്താണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ പലരും ആലോചിക്കുന്നത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു പക്ഷേ ഒപ്പോസിഷൻ പാർട്ടി നിങ്ങൾക്ക് പണം തന്നിട്ടുണ്ടാകുന്നതാണ്. പക്ഷേ ഞാൻ സത്യം പറയട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയും എനിക്ക് പണം തന്നിട്ടില്ല. ഞാൻ പറയുന്നത് ഈ രാജ്യത്ത് നടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഈ രാജ്യത്തോട് സ്നേഹമുണ്ടെങ്കിൽ ഒരല്പം കണ്ണു തുറന്നു നോക്കൂ. മീഡിയയ്ക്ക് പോലും ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. മീഡിയയ്ക്ക് വേണമെങ്കിൽ ഇത് മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരാം. പക്ഷേ ഇലക്ഷനിലെ ഭരണ പാർട്ടിക്കും പ്രതിപക്ഷ പാർട്ടികളും ഈക്വൽ ആയിട്ടുള്ള ഇടപെടലാണ് സംഭവിക്കുക. പക്ഷേ മീഡിയ ഇപ്പോൾ ചെയ്യുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കാര്യം പോലും, അവരെ പ്രസംഗം പോലും, അവരെ പ്രചാരണം പോലും പുറത്തേക്ക് കാണിക്കില്ല. അതിനു പകരമായിട്ട് BJP നേതാക്കളുടെ സംസാരം മാത്രം, BJP നേതാക്കളെ പുകഴ്ത്തല് മാത്രം, അവരെ ചരിത്രം മാത്രം നിരന്തരം കാണിച്ചുകൊണ്ടേയിരിക്കും മീഡിയയില്. ആളുകൾ കേൾക്കുന്നതും കാണുന്നതും മുഴുവൻ BJP നേതാക്കളുടെ വാർത്തകൾ മാത്രമായിട്ട് മാറും. ഇങ്ങനെ ഒട്ടും ജനാധിപത്യപരമല്ലാത്ത രീതിയിലേക്ക് ഭരണം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. UP ഗവൺമെന്റ് ഈ അടുത്ത കാലത്ത് രാത്രി 8 മണിക്ക് ശേഷം പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് ഉത്തരവിട്ടു. അവസാനം ജനങ്ങൾക്ക് ഇറങ്ങി സമരം ചെയ്യേണ്ടി വന്നു. പെൺകുട്ടികളെ സുരക്ഷയെ മാനിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതായത് അക്രമകാരികളെ കൺട്രോൾ ചെയ്യാൻ ഇവർക്ക് സമയമില്ല. അതിന് പകരമായിട്ട് പെൺകുട്ടികളെ അടച്ചിടുകയാണ് ഇവർ ചെയ്യുന്നത്. അവസാനം സമരം ചെയ്ത് ഈ ഒരു നിയമം പിൻവലിപ്പിക്കേണ്ടി വന്നു. നോക്കൂ, ഇതാണ് ജനശക്തി, ജനങ്ങളുടെ ശക്തി, ഇതാണ് ഡെമോക്രസി ശക്തി. സമരം ചെയ്യുന്നവർ പോലും, പക്ഷേ കർഷകർ പോലും ഇവരെ വെറുതെ വിട്ടിട്ടില്ല. ഏകദേശം ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ 600ഓളം കർഷകര് ഇതുവരെയായിട്ട് നമ്മുടെ കർഷക സമരത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ റെസ്ലേഴ്സിന്റെ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. ഫാർമേഴ്സിന്റെ പ്രൊട്ടസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏത് മാധ്യമങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ സമരങ്ങളുടെ ചിത്രങ്ങൾ കൊണ്ടുവന്നത്? ഒരു ചിത്രം പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഈവൻ നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഏറ്റവും വലിയ കലുഷിതമായ സംഭവങ്ങൾ പോലും നമ്മുടെ മുമ്പിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നർത്ഥം. ചുരുക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞു വന്നത് സമാധാനപരമായി സമരം ചെയ്യാൻ പോലും നമുക്ക് അധികാരമില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിലെ ചോദിച്ച ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുകയാണ് എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ജനാധിപത്യമുണ്ടോ? നിങ്ങൾ ഉത്തരം എന്തു തന്നെ ആകട്ടെ, ഉണ്ടോ എന്നോ ഇല്ല എന്നോ എന്തു തന്നെ ആകട്ടെ, എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. അധികം താമസിയാതെ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ നോർത്ത് കൊറിയയെ പോലെ ആയിപ്പോവും, നമ്മളുടെ റഷ്യ പോലെ ആയിപ്പോവും. പേരില് ഡെമോക്രസിയൊക്കെ ഉണ്ടായിരിക്കും, ഇലക്ഷൻ നടക്കുന്നുണ്ടായിരിക്കും, ഡെമോക്രസിയുടെ അവസാന ശ്വാസം അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ബൈ. ധ്രുവ പറഞ്ഞ പോലെ ഞാനും പറയുന്നു, മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ബൈ.